إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരുടെ സമ്പത്ത് നശിച്ചു പോകുന്ന ചില വിഷയങ്ങൾ അതുകൊണ്ട് സ്വയം നശിപ്പിക്കുന്നതും മറ്റുള്ളവരാൽ നശിച്ചു പോകുന്നതും അതിൽപ്പെട്ട മോഷണവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ഇതുപോലെ നമ്മുടെ പണം പോകുന്ന വേറെ കുറേ വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ, ഈ മദ്യം, ലഹരി പദാർത്ഥങ്ങൾ, അതുപോലെ ചൂതാട്ടം, വൽ അൻസാബ് വൽ അസ്ലാം, അതുപോലെ പ്രതിഷ്ഠകള്, ഭാഗ്യ നിർഭാഗ്യങ്ങൾ നോക്കാൻ അവരുപയോഗിച്ചിരുന്ന അമ്പുകോലുകൾ, അപ്പോൾ അതിന് സമാനമായിട്ടുള്ളതൊക്കെ, ഇതൊക്കെ രിജുസുമിൻ അമലി ശൈത്താൻ, ഇതൊക്കെ നജസാണ്, പിശാചിന്റെ പ്രവർത്തികളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, അത് നിങ്ങൾ വെടിയുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നമാ യുരീദു ശൈത്വാനു, പിശാച് ഉദ്ദേശിക്കുന്നത്, പിശാചിന്റെ പ്രവർത്തനാണിത് പറഞ്ഞു. ആ പിശാച് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അൻ യുഖിയ ബൈനക്കും അല്ലദാവത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ജനിപ്പിക്കുക, അതുണ്ടാക്കുക എന്നുള്ളത്. ഫിൽ ഖംരി വൽ മൈസിരി, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും സംഭവിപ്പിക്കുക, അതാണ് പിശാചിന്റെ ഉദ്ദേശം. പിന്നെ യസുദ്ധക്കും ദിക്രില്ല, അള്ളാന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ തടുത്തു വെക്കുക, അതാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. വാനി സ്വലാത്തി, നമസ്കാരത്തിൽ നിന്നും. അതിനാൽ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ, ഇതൊഴിവാക്കുന്നില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ, കുറേ വിഷയങ്ങളുണ്ട്. ഞാൻ ചുരുക്കിയ 6 കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഒന്ന്, ഈ മദ്യം, അതുപോലെ ഇതിൽ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ റിജിസ് ആണെന്നാണ്. റിജിസ് എന്ന് പറഞ്ഞാൽ നജസ് എന്ന് പറയും, വൃത്തികേട്. വൃത്തികേട് ഏതായാലും നല്ലവർക്ക് ചേർന്നതല്ലല്ലോ. വൃത്തികേട് ശരീരത്തിൽ കൊണ്ടടക്കണമെങ്കിലും ഞാനല്ല മനസ്സിൽ കൊണ്ടടക്കാനും വൃത്തികെട്ട കാര്യങ്ങൾ നമുക്ക് ചേർന്നതല്ല, അത് ഒഴിവാക്കണം. ഒന്നതാണ് നജസാണ് പറഞ്ഞു, നമുക്ക് ചേർന്നതല്ല. പിന്നെ പറഞ്ഞ അത് മിൻ അമലി ശൈത്വാനി, ശൈത്താന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്, പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് മദ്യപിക്കലും ചൂതാട്ടവും തുടങ്ങിയ വിഷയങ്ങൾ പറഞ്ഞത്.
പിശാച് എന്ന് പറഞ്ഞാൽ നമുക്കറിയും നമ്മുടെ ശത്രുവാണ്. സാധാ ശത്രു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പിശാച്. എന്നാൽ ഈ പിശാചിന്റെ പ്രവർത്തനം ഉള്ളത് പറഞ്ഞിരുന്ന നമുക്കറിയാം, അല്ലെങ്കിൽ അറിയില്ല. അങ്ങനെയൊക്കെ പിശാച് പ്രവർത്തിക്കണം നമ്മറിയില്ല, നമുക്കറിയില്ല. കാരണം നമ്മൾ കണ്ടിട്ടില്ല പിശാചിനെ. ഇന്നോ യറാക്കും ഹുവ വ ഖബീലോ, പിശാച് നമ്മളെ കാണുന്നുണ്ട്. പിശാചും അവന്റെ കൂട്ടുകാരും ഗോത്രങ്ങളും ഒക്കെ മിൻ ഹൈസുലാ തറവും, നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റൂല. അപ്പൊ ആ രൂപത്തിൽ പിശാച് എന്തൊക്കെ നമുക്കെതിരെ ചെയ്യണം അള്ളാഹ് പറഞ്ഞു തരാണ്. ശൈത്താന്റെ പണിയാണ്, പിശാചിന്റെ പണിയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ശത്രുക്കളുണ്ടെങ്കിലും ചിലപ്പം കുറെ ശത്രുത കാണിച്ചാലല്ലോ കുറ്റബോധം തോന്നേ. അല്ലെ ഈ ശത്രുത കാണിക്കുന്നവരോട് നമുക്ക് വേറെ മനുഷ്യരെ സംഘടിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ പിശാചിനെതിരെ എന്ത് സംഘടിത പ്രവർത്തന പറ്റുക? ഒന്നും പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് ഈ ലഹരി, അതുപോലെ ചൂതാട്ടം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പിന്നെ ലാലക്കും തുഫ്ലൂൻ, അത് ഒഴിവാക്കണം, നിങ്ങൾ വിജയിക്കുന്നു. അപ്പൊ വിജയിക്കണേ ഇത് ഒഴിവാക്കുക തന്നെ വേണമെന്നാ പറഞ്ഞു. ഇതുമായി നടന്നാൽ വിജയം ഉണ്ടാവൂല എന്ന് ഉറപ്പാണ്, പരാജയം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ വിജയിക്കണമെങ്കിൽ ഇതൊഴിവാക്കൽ അനിവാര്യമാണ്. പിന്നെ പറഞ്ഞ് ഇതുകൊണ്ട് പിശാച് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കലാണ്. നമുക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുന്നതുകൊണ്ടൊക്കെ ഇവിടെ ചൂതാട്ടാണെങ്കിലും അതൊക്കെ എന്താ? അതൊരു ഭാഗ്യത്തിന്, അധ്വാനിക്കാതെ പൈസ കിട്ടാനുള്ള പണിയുള്ളതൊക്കെ. എന്തൊക്കെ ചെയ്തിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുന്ന പറയാ, എന്നിട്ട് അന്യൻ്റെത് യാതൊരു അധ്വാനം ഇല്ലാതെ സ്വന്തമാക്കുക. ചില ആൾക്കാരൊക്കെ അതുവഴി വാശി കൂടി പ്രശ്നം വന്നിട്ട് തൻ്റെ വീടും പറമ്പൊക്കെ വിറ്റ് തൊലച്ചവരുടെ ചരിത്രമൊക്കെ പറയണ കേൾക്കലുണ്ട്, ഇത്തരം കാര്യത്തിൽ പെട്ടിട്ട്. അപ്പൊ ഇവിടെയും നഷ്ടമാണ്. ഇവിടെ തന്നെ ഭൗതികമായി നോക്കുമ്പോൾ കുറേ നഷ്ടങ്ങൾ. ഇനി ലഹരി കൊണ്ടൊക്കെയുള്ള നഷ്ടങ്ങളെ ചില ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞ് ഞാനിവിടെ പറയാം. ഒന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അദ്ദേഹം ഒരു സംഭവം പറഞ്ഞെന്താ നിങ്ങൾ, അന്ന റജുലൻ ശരിബൽ ഖംർ, ഒരു മനുഷ്യൻ മദ്യപിച്ചു. തസക്കറ, അങ്ങനെ ആ മദ്യത്തിന്റെ ലഹരിയിൽ പെട്ടുപോയി. ഫഅദ ഇലാ ബൈത്തി, അങ്ങനെ മദ്യപാനിയായിട്ട് ലഹരിയുടെ അടിമയായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് അറാദാൻ യസ്നിയ ബി ഉമ്മി, എന്നിട്ട് അവൻ ഉമ്മാനെ വ്യഭിചരിക്കാൻ ഉദ്ദേശിക്കുന്നു. സാധാരണഗതിയിൽ അതൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് തലേക്ക് വന്നാൽ പിന്നെ ബുദ്ധിയാണ് പോവുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന പലതും നമ്മളൊക്കെ കേൾക്കുന്നതാണ്. അങ്ങനത്തെ ഒരു അനുഭവമാണ് ഇവിടെ അദ്ദേഹം പറയണത്. പക്ഷെ ഉമ്മ വീട്ടിൽ നിന്ന് പേടിച്ച് ഓടിപ്പോവാണ്. പക്ഷെ ഇയാൾ കത്തിയേറ്റ് പിന്നാലെ കൂടി പേടിപ്പിച്ചിട്ട് കൃത്യം നിർവഹിച്ചു. എന്നിട്ട് നേരം വെളുത്ത് അയാളെ ബുദ്ധിയൊക്കെ ശരിക്കും അതിൻ്റെ ലഹരിൻ്റെ കാര്യങ്ങളൊക്കെ പോയി ബുദ്ധിയൊക്കെ കുറച്ച് തിരിച്ചു കിട്ടിയപ്പോൾ ആൾക്കാർ സംഭവിച്ചത് പറഞ്ഞപ്പോൾ അയാൾക്ക് ആ കുറ്റബോധം, അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് അയാളെ പറ്റി പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവഴി വന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒന്ന് ഉമ്മാനെ കൊല്ലാതെ കൊന്ന മാരി, സ്വയം കൊന്നും, ഇതിന് പുറമെ ലഹരി, ഇങ്ങനെയുള്ള ഉമ്മയുമായി ബന്ധപ്പെട്ട തിന്മകൾ, എന്തൊക്കെ തിന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇത് ഉമ്മുൽ ഖബായിസാണ്, തിന്മകളുടെ മാതാവ് എന്ന് പറഞ്ഞു. തിന്മകളുടെ മാതാവ്. ഇനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ തിന്മകളുടെ മാതാവ് എന്ന് റസൂൽ തിരുമേനി പറഞ്ഞ ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് പണ്ടത്തെ പറഞ്ഞ് നമ്മളുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. ഇത് ദൂരത്തൊന്നും പോകേണ്ടില്ല, നമ്മളറിയാത്ത പല കോലത്തിലും നടക്കുന്നൊരു വിഷയമാണിത്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് ലഹരി പദാർത്ഥങ്ങൾ. അപ്പൊ അതിന് രക്ഷപ്പെട്ടേ മതിയാവും, അല്ലെങ്കിൽ ഒരിക്കലും വിജയിക്കൂല. ദുനിയാവിലും വിജയിക്കൂല, പരലോകത്തിലും വിജയിക്കൂല. നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രം. ലോകത്ത് നടക്കുന്ന അപകടങ്ങളെ പറ്റി കണക്കെടുത്തിട്ട് ചിലർ 60%-ലേറെയും സംഭവിക്കുന്നത് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. വീട്ടിലെ സ്വന്തം നഷ്ടം, സ്വന്തത്തെ നശിപ്പിക്കുകയാണല്ലോ. തൻ്റെ ആന്തരാവയവങ്ങളൊക്കെ ആദ്യം നശിപ്പിക്കുകയാണ്. പിന്നെ അങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെങ്കിലോ ആ വീട്ടിലെ മാതാപിതാക്കൾക്ക് എന്തൊരു സ്വസ്ഥതയാണ് ഉണ്ടാവുക. ഏതു നേരവും അപകടം വീട്ടിൽ തന്നെ അതിങ്ങനെ നിലനിൽക്കുകയാണ്.
പിന്നെ ഇതിനടിമപ്പെട്ടവരോ അവര് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ മോഷണം പറഞ്ഞല്ലോ, മോഷണത്തിന് അവർ നിർബന്ധിതരാകും. കാരണം ഇത് നേരത്തിന് കിട്ടാഞ്ഞാൽ പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് അതിന് പണം കിട്ടുന്നില്ല, അവിടുന്ന് ക്രൂരമായി പെരുമാറലും അതുമായി സംഭവിക്കുന്നതൊക്കെ വേറെ കാര്യങ്ങൾ. അതില്ലെങ്കിൽ പിന്നെ മോഷണം നടത്തുന്ന അവസ്ഥകൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഏതായാലും ഉസ്മാൻ റളിയല്ലാഹു എന്ന് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഇജ്തനിബു അൽ ഖംർ, നിങ്ങൾ ഖംറിനെ ഒഴിവാക്കണം, മദ്യത്തെ വെടിയണം. ഫഇന്നഹ ഉമ്മുൽ ഖബായിസ്, അതെല്ലാ തിന്മകളുടെയും മാതാവാണ്, എല്ലാ തിന്മന്റെയും കേന്ദ്രമാണ്. ഇന്നഹു കാന റജുലുൻ മിമ്മൻ ഖലാ ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പ് ഒരാള്, മുമ്പ് കഴിഞ്ഞു പോയ ഒരാൾ, തഅബ്ബദ, നല്ലൊരു ആബിദായിരുന്നു, ഇബാദത്തൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരുന്നു, അള്ളാഹുവുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിച്ചിരുന്ന ഒരാൾ, മുമ്പ് കഴിഞ്ഞു പോയ ഒരാൾ. ഫാലിഖത്തുഹു ഇംറഅ ഗവിയ, ഒരു മോശപ്പെട്ട സ്ത്രീ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, ഇദ്ദേഹത്തിൽ ആകൃഷ്ടനായി ഒരു മോശപ്പെട്ട ഒരു വ്യഭിചാരിണിയായ ഒരു പെണ്ണ്. അപ്പൊ എന്ത് ചെയ്തു? ഫഅർസലത് ഇലൈഹി ജാരിയതഹ, ഇയാളുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടിനെ പറഞ്ഞയച്ചു ആ സ്ത്രീ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ എൻ്റെ യജമാനത്തി വിളിക്കുന്നുണ്ട്, ലിഷഹാദത്തി, ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ നിങ്ങളെ പോലത്തെ കാര്യപ്പെട്ട ഒരാൾ വരുമ്പോൾ ഇതിന്റെ സാക്ഷ്യത്തിന് വില ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങളൊന്ന് വരണം പറഞ്ഞു. അങ്ങനെ ഫൻതലഖമായ ജാരിയത്തി, ആള് ശരിയാ വിചാരിച്ചിട്ട് പോയി, ആ സ്ത്രീയുടെ പിന്നെ കൂടെ പോയി. കുല്ലമാ ദഖല ബാബൻ അഗ്ലഖതുഹു ദൂനഹു, അപ്പൊ അവരെന്ത് ചെയ്തു? ഓരോ വീടും, ഏതൊരു കൊട്ടാരത്തേക്കാണ് പോണത്, ഓരോ വാതിലും തുറക്കുമ്പോഴും ഇദ്ദേഹം അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവരെ വാതിലടക്കും, അടുത്ത ബാബിൽ പ്രവേശിച്ചാൽ അത് വാതിലും അടക്കും. എത്ത അഫ്ലായില ഇമ്രാത്തിൻ വലിയ, അങ്ങനെ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ അടുത്തെത്തി. ഇന്ദഹ ഗുലാം, അവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു സേവനം ചെയ്തുകൊണ്ട്. വ ബാത്യത്തു ഹംർ, കള്ളിന്റെ വലിയൊരു പാത്രവും ഉണ്ട്, അവിടെ മദ്യവുമുണ്ട്. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ആ സ്ത്രീ ഇദ്ദേഹത്തോട് പറയാണ്, ഞങ്ങള് നിങ്ങളെ വിളിപ്പിച്ചതേ ഇവിടെ സാക്ഷ്യം വഹിക്കാനൊന്നുമല്ല, അങ്ങനത്തെ ഇടപാടൊന്നും ഇവിടെ അല്ല. ഇവിടെ നിങ്ങൾ മൂന്നാലൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, പുറത്തു പോകാനൊന്നും ഒരു വഴിയില്ല, വാതിലുകളൊക്കെ കൊട്ടി അടിച്ചിട്ടുണ്ട്. മൂന്നാലൊന്ന് ചെയ്യണം, ഒന്നുകിൽ ഞാനുമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ മദ്യപിക്കണം, അതല്ലെങ്കിൽ ഈ കുട്ടിയെ കൊല്ലണം. 3 കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ ആലോചിച്ചു, ഒക്കെ അപകടം പിടിച്ച വിഷയമാണ്. പക്ഷെ ജീവൻ രക്ഷപ്പെടാൻ കൂട്ടത്തിൽ ലളിതമായത് മദ്യപിക്കുകയാണ്. ഇതിന്നൊരു ഒരു കപ്പ് മദ്യപിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ മദ്യപിക്കാം എന്ന് പറഞ്ഞു. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീണ്ടും വേണം അതൊക്കെ അതിൽ കുടിച്ചു എന്നാണ് പറയണത്. ആ മദ്യപാനി പിന്നെന്ത് ചെയ്തു? ആ സ്ത്രീയുമായി വ്യഭിചരിച്ചു, ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്നാ പറയണേ. ഇത് പറഞ്ഞിട്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയണത്, നിങ്ങളുടെ ഈ തിന്മ വെടിയണം, ഈ ലഹരി അത് നമ്മൾ വിചാരിക്കും പോലെ നിസ്സാരമായ കാര്യമല്ലത്, അത് ഉമ്മുൽ ഖബായിസാണ്, തിന്മകളുടെ മാതാവാണ്. അപ്പൊ ഇത് നമ്മളിത് കാണുന്നതാണ്, എല്ലായിടത്തും കാണും. ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ട്, ഈ ഒരു നിലക്കും ബന്ധപ്പെടാൻ പറ്റാത്തൊരു വിഷയമാണ്. കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും വരുമാനം കിട്ടുന്ന കണ്ട് എന്തെങ്കിലും കച്ചവടം നടത്തും. അങ്ങനെ ആരും അറിയാതെ ഇത് പല പേരിലാണ് ഇത് വരിക, പല പേരിലും പല രൂപത്തിൽ. ഇലക്ട്രോണിക് സിഗരറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ട് അത്രേ. എന്ന് പറഞ്ഞാൽ ആൾ സിഗരറ്റ് വാങ്ങും, അതിൻ്റെ ഉള്ളിൽ കഞ്ചാവിന്റെ സത്ത് ഉള്ളിൽ കയറ്റിയിട്ടുണ്ടാവും. അത് നമുക്കറിയാം, ആരെയും പറ്റിക്കാം. അതിനേക്കാളൊക്കെ ലളിതം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇത് എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ ഇത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് നാശത്തിന്റെ തുടക്കമാണ്. പലരും അതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പോകുകയെന്നല്ലാതെ ഇതിന് രക്ഷപ്പെടൽ വളരെ അപൂർവമാണ്. അതുകൊണ്ട് ഇതിലൊക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ അടിത്തറകളിൽപ്പെട്ട ഒരു വിഷയം നമ്മുടെ ധനം സംരക്ഷിക്കലാണ്. മറ്റൊന്ന് ഹിഫ്ളുൽ അഖൽ, ബുദ്ധിയെ സംരക്ഷിക്കലാണ്. നമ്മുടെ ബുദ്ധിയെ ഇതുവഴി ബുദ്ധിയൊക്കെ നഷ്ടപ്പെടുക ചെയ്യണം.
ഇമാം ഹസൻ ബസരി പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറയാം. അത് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തതാണ്. മറ്റേ ഹദീസ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞ് അബൂദാവൂദൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ്. ഹദീസ് പണ്ഡിതന്മാർ സഹിയാണെന്ന് പറഞ്ഞ സംഭവം ഞാൻ കേൾപ്പിച്ചെന്നുള്ളൂ. ഇമാം ഖുർത്തുബി പറയാണ്, അന്ന റജുലൻ ശരിബൽ ഖംറ ഫസക്കറ ഫബാല. ഒരു മനുഷ്യൻ മദ്യപിച്ചു, എന്നിട്ടോ ആ ലഹരിക്ക് വിധേയനായി. പിന്നെ അയാള് മദ്യത്തിന്റെ അതിലൂടെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഫബാല, അയാൾ മൂത്രിച്ചു. ഫജാല യഹൂദു ബൗലഹു, ആ മൂത്രമൊക്കെ അയാൾ തന്നെ എടുത്തിട്ട് മുഖം കഴുകുന്നു. വയഖൂൽ, അയാളിങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീൻ. അപ്പൊ അയാൾ വൃത്തിയാക്കുകയാണ് എന്നാണ് അയാളെ വിചാരം. ബുദ്ധിയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇജ്അൽനി മിനത്ത് തവ്വാബീൻ വജ്അൽനി മിനൽ മുതതഹിരീൻ എന്നൊക്കെയുള്ള പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന ഉളവ് കഴിഞ്ഞാൽ നടത്തണ്ട. അപ്പൊ ഇയാൾ മൂത്രം കൊണ്ട് മുഖം കഴുകിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഈ സംഭവം ഇമാം ഖുർത്തുബി ഒരാളെ പറ്റി, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ പലതും ഉണ്ടാവല്ലോ. അപ്പൊ ഇത്തരം ഒരു വിഷയത്തെപ്പറ്റി ഇമാം ഹസൻ ബസരി പറഞ്ഞെന്തെന്നറിയാം. അദ്ദേഹം പറഞ്ഞത്, ലൗ ഖാനൽ അഖ്ലു യുസ്തറ ലതഗാലന്നാസു ഫീ സമനിഹി. ഈ ബുദ്ധി പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങാടി പോയാൽ ബുദ്ധി വാങ്ങാൻ കിട്ടുമെന്ന് വെക്കുക. പൈസ കൊടുത്താലേ ബുദ്ധി വാങ്ങാൻ കിട്ടുന്നതാണെങ്കിൽ എത്ര പൈസ കൊടുത്ത ആൾക്കാർ എന്തെങ്കിലും ബുദ്ധി വാങ്ങൂലേ. ബുദ്ധി കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടല്ല ഇപ്പോൾ ലോകത്ത് പല അത്ഭുതങ്ങളും മനുഷ്യന്മാർ കാണിക്കണേ. പൈസ കൊടുത്താൽ ബുദ്ധി കിട്ടുമെങ്കിൽ അതിന് എത്ര പണവും ആൾക്കാരുണ്ടാക്കും. പിന്നെ അതേപോലെ പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, അതേതായാലും കിട്ടൂല. പൈസ കൊടുത്താൽ ബുദ്ധി കിട്ടണ പരിപാടിയൊന്നും ഇവിടെ അല്ല. അങ്ങാടിയിലും കടയിലും പോയി പൈസ ഇത്ര കോടി ബുദ്ധി വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ കിട്ടൂല. പക്ഷെ അത്ഭുതകരമായ കാര്യം എന്താ വെച്ചാൽ, ഇത്ര വലിയ ബുദ്ധി വളരെ വില പിടിച്ചതാണല്ലോ അപ്പം ബുദ്ധി. പക്ഷെ ആ ബുദ്ധിയെ മനുഷ്യൻ വളരെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട്, അങ്ങാടിയിൽ നിന്ന് കിട്ടണ സാധനമാണ് ഇപ്പോൾ ലഹരിയും മറ്റൊക്കെ, അതുകൊണ്ട് തകർക്കുകയാണല്ലോ. എന്തൊരു അത്ഭുതകരമാണ് മനുഷ്യന്റെ കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ സഹോദരന്മാർ ശ്രദ്ധിക്കണം, ഇതുമായി ബന്ധപ്പെട്ട ഒന്നും നമുക്ക് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ ഹദീസ്, ലഅന റസൂലുള്ളാഹി ഫിൽ ഖംരി അശറ. മദ്യത്തിന്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വിഭാഗത്തെ ശപിച്ചിട്ടുണ്ട്. ഞാനോ ഇവൊന്നും ഉണ്ടാവില്ല. അതുമായി ബന്ധപ്പെട്ട് ഏത് പ്രവർത്തനം നടത്തണേ. ഒന്ന് ആസിർ, അത് ഉണ്ടാക്കുന്നവൻ. മറ്റൊന്ന് മുഅത്തസ്, അത് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടവൻ. ശാരിബ്, കുടിക്കുന്നവൻ ഉപയോഗിക്കുന്നവൻ. ഹാമിൽ, അത് വഹിച്ചു കൊണ്ടുപോകുന്നവൻ. അൽ മഹ്മുലത്തിൽ, ആരിലേക്കാണോ കൊണ്ടുപോകുന്നത് അവൻ. സാക്ഷി, അത് കുടിപ്പിക്കുന്നവൻ. വായു, അത് വിൽക്കുന്നവൻ. ആക്കിൽ സമനി, അതിന്റെ വില തിന്നുന്നവൻ. അൽ മുസ്തരിൽ, അത് വാങ്ങുന്നവൻ. അൽ മുസ്തറാൽ, ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടതൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളും മറ്റുള്ള ഇടപാടുകളും ഒക്കെ ഒഴിവാക്കുക. അതിനൊക്കെ ഒന്ന് നിരന്തരമായി ജനങ്ങൾക്ക് ഇതിന് അപകടം നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മുടെ കുടുംബത്തിലേക്കൊന്നും ഇത് വരാതിരിക്കാനുള്ള ജാഗ്രത നന്നായി ഉണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ബാക്കിയൊക്കെ റബ്ബിനെ ഏൽപ്പിക്കുക, പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഇത്തരം തിന്മകൾ അത്ര വ്യാപകമാണ്. അതിന് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നുള്ള നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യും. ഈ ലഹരി പദാർത്ഥം കൊണ്ട് ദുനിയാവിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ പരലോകത്തുള്ളത് കുറേ വന്നാൽ 1-2 മാത്രം കേൾപ്പിക്കാം. അതിൻ്റെ അപകടം ദുനിയാവും ഉണ്ടാവില്ല, പരലോകവും ഉണ്ടാവില്ല. ആ രൂപത്തിലാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരാൾ വ്യഭിചരിക്കുമ്പോൾ ആ നേരത്തെ ഈമാൻ ഉണ്ടാവില്ല, അവൻ്റെ ഈമാൻ സമയം പോകും. അതുപോലെ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ. മദ്യപിക്കുമ്പോൾ അവൻ ആ നേരെ ഈമാനില്ല. ആ ഈമാൻ അവനിൽ നിന്നാണ് ഉയർന്നു പോകും. ചിലവിനെ തിരിച്ചു വന്നു വരും, പക്ഷെ മദ്യപിക്കണ നേരത്ത് പോകും. പക്ഷെ അത് ആവർത്തിച്ചാലോ, അല്ലെ ആ തിന്മ ലഹരിന്റെ അവസ്ഥയിലാണെങ്കിൽ മരിച്ചുപോയി, ഈമാനില്ലാതെ മരിച്ചുപോയി എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുദ്മിൽ ഖംർ കഅബിദ് വസൻ. ഈ മദ്യം അമിതമായി ഉപയോഗിക്കുന്നവർക്കാണ് മുദ്മിൽ ഖംർ, ലഹരി പദാർത്ഥങ്ങൾ. അവര് വിഗ്രഹത്തെ ആരാധിക്കുന്നവരെ പോലെയാണ്. കാരണം അവർക്ക് പിന്നെ തിരിച്ചു തരാൻ പറ്റാത്ത കൂട്ടരാണ്. പിന്നെ ഇതിൽ നിന്ന് പുറത്തുപോയ മാതിരിയായില്ല, ഈമാനില്ലെങ്കിൽ പിന്നെ. അപ്പൊ വിഗ്രഹങ്ങളെ ആരാധിച്ചവരെ പോലെ എന്നാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞു. പിന്നെ അർബൗൻ ഹഖ്ഖുൻ അലല്ലാഹ് അല്ലാ യുദ്ഖിലഹും അൽ ജന്ന. 4 കൂട്ടരെ അല്ലാഹ് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂല
എന്നുള്ള അങ്ങനെ ബാധ്യതയേറ്റ 4 വിഷയമുണ്ട്. സ്വർഗത്ത് കയറ്റൂല എന്ന് പറഞ്ഞാണ്. അതിലൊന്ന് ആദ്യം പറഞ്ഞ മുതുമിൽ ഖംറാണ്. ഈ മദ്യത്തിന് അടിമയ ആൾക്കാർ, ലഹരിക്ക് അടിമയ ആൾക്കാരെ പറ്റിയാണ് ഒന്ന് പറഞ്ഞത്. മറ്റൊന്ന് പലിശ തിന്നുന്നവർ, യതീമിന്റെ സ്വത്ത് തിന്നവർ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ എന്നാണ് പിന്നെ പറഞ്ഞ ബാക്കി 3 കാര്യങ്ങൾ. ഇന്ന അലല്ലാഹി അഹദൻ ലിമൻ യശ്റബുൽ ഖംർ അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. അല്ലാഹ് ബാധ്യത ഏറ്റൊരു കാര്യമാണ്, കരാറ് പറഞ്ഞ വിഷയമാണ്. മദ്യപിക്കുന്നവർക്ക് അള്ളാഹു തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും എന്നത് ഉറപ്പാണ്. പരലോകത്ത് സംഭവിക്കണതാണ്. എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് ചോദിച്ചപ്പോൾ, സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഉസാറത്ത് അഹ്ലിന്നാർ, നരകക്കാരുടെ ചീഞ്ഞളിഞ്ഞു വരുന്ന ദുർഗന്ധങ്ങൾ വമിക്കുന്ന നീരുകളും ചലങ്ങളും മറ്റതൊക്കെയാണ് അത് എന്താ പറഞ്ഞത്. അപ്പോൾ അത്രയേറെ ഗുരുതരമായ വിഷയമാണിത്. ഇവിടെയൊക്കെ വേണ്ടത് മുജാഹദത്തുൻ നഫ്സാണ്. ഇതിനങ്ങനെ ആരെങ്കിലും ഇതിനടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ, തനിക്കെതിരെ ജിഹാദ് ചെയ്ത് വിജയിക്കുക വേണം. പരിശുദ്ധ ഖുർആൻ ഫഹൽ അൻതും മുൻതൗ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞു? സഹാബികളോടാണ്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് മദ്യം വിലക്കിയിരുന്നില്ല, മദ്യപിച്ചിരുന്നു പലരും. മദ്യം നന്നായി ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹ് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ആ നിമിഷം നിർത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റൂതേ. ഞാൻ അടിമയായി ഇനി രക്ഷപ്പെടാൻ പറ്റൂല എന്നല്ല, അത് നിർത്താൻ പറ്റുന്ന. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് അവര്. അന്ന് മറിച്ചിട്ടതാ സഹാബികള് മദ്യത്തിന്റെ പാത്രങ്ങളൊക്കെ. ഈ ആയത്തിൽ കൊണ്ട് ഇറങ്ങിയപ്പോൾ വിശുദ്ധ ഖുർആന്റെ ഒരു വചനം കേൾക്കുമ്പോൾ നമ്മൾ നല്ലോ ശ്രദ്ധിക്കണം. അത് നമുക്ക് വേണ്ടിയാണ്. അല്ലെങ്കിലോ ദുനിയാവും പരലോകവും ഒക്കെ നഷ്ടപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞ ഒരു തിന്മയാണ്, ഒരു സാമൂഹ്യ തിന്മയാണ്. കുടുംബത്തെ തകർക്കുന്ന, സമൂഹത്തിന് ബാധ്യതയാകുന്ന, എല്ലാ നിലക്കും പ്രശ്നമുണ്ടാക്കുന്ന ഒരു തിന്മയെപ്പറ്റി, കൂട്ടത്തിൽ നമ്മുടെ സമ്പത്തിന് തകർക്കുന്ന ഒരു തിന്മയെപ്പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ രൂപത്തിൽ തകർക്കാനുള്ളതല്ല. അല്ലാഹ് തന്ന നിയമത്തായ നമ്മുടെ ധനം അത് നല്ല നിലക്ക് ഉപയോഗിക്കാനുള്ളതാണ്. മോശമായ വഴിയിലൂടെ അത് ചെലവഴിച്ചാൽ അതിനൊക്കെ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മളെയൊക്കെ അത് രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മയെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا الحمد لله رب العالمين وصلى الله على محمد.